ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നൊരു നോമ്പുറക്ക് പോണേ കേട്ടോ. ഞാനും ഉമ്മച്ചയും എൻ്റെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയും മക്കളും അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ നോമ്പുറക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സമയം ഒരു 4:30 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേക്കും ഗേറ്റഡ് ആയിരുന്നു, റെയിൽവേ ഗേറ്റിൻ്റെ. അത് കാരണം അങ്ങനെ ബ്ലോക്കിൽ കുറച്ച് നേരം കിടന്നു. അങ്ങനെ ട്രെയിൻ വന്നത് വരെ ഇങ്ങനെ നോക്കി അവിടെ നിന്നു. ട്രെയിൻ പോകുന്നുണ്ട്. അങ്ങനെ ലെവൽ ക്രോസൊക്കെ തുറന്ന് ഞങ്ങളപ്പുറത്തേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും. അങ്ങനെ എടുത്തതാണ് അറ്റത്ത് കാണുന്ന പച്ചപ്പും പാടവും എല്ലാം. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കണ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ വണ്ടി ഒക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തർ നമ്മൾ അകത്തേക്ക് കയറ്റി ഇപ്പം എല്ലാം സെറ്റ് ചെയ്തൊക്കെ തുടങ്ങി, എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ വന്നു തുടങ്ങി. എൻ്റെ അനിയത്തിയുടെ മോനാണ് അവിടെ കൊച്ചിനെയും കൊണ്ട് നിൽക്കണത്. ആങ്ങളുടെ മോനാണ് കൊച്ചിനെ കൊണ്ടാണ് നിൽക്കണം. ഇതെൻ്റെ അനിയത്തി, ഇത് നാത്തൂൻ, എല്ലാവരും ഉണ്ട്. ഈ വരുന്നതാണ് അനിയത്തിയുടെ അമ്മായിയമ്മ, അത് നാത്തൂൻ. ഈ നിൽക്കണ നീല ഷോളിട്ട് നിൽക്കണതാണ് കേട്ടോ. ആ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നേക്കണം നോമ്പ് തുറക്കാൻ. പിന്നെ അത് ഇവിടെ കുറേ അവരുടെ റിലേറ്റീവ്സൊക്കെ ഇരിപ്പുണ്ട്. ഉമ്മച്ചായും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കുള്ളതിൻ്റെ എല്ലാം. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഒത്തുകൂടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടാവണം. പിന്നെ പ്ലേറ്റൊക്കെ നിരത്തി എല്ലാ സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണുണ്ട്. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പത്തിരിയും ബീഫും പൊറോട്ടയൊക്കെ ഉണ്ടായി. കുറച്ച് പേര് കഞ്ഞിയും പയറും കഴിക്കണമെന്ന് പറഞ്ഞ് കൊതിയായിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇവരങ്ങനെ കഴിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഇടയിൽ കൂടി ഓരോ വർത്തമാനങ്ങളും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവേണ് കേട്ടോ.
വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ മാത്രമായി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പതുക്കെ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.